എന്താ കണ്ടോ, കടച്ചക്ക ദരിയമേലത്തെ കടച്ചക്ക ഒന്ന് മുറിച്ചു. ഇതൊരെണ്ണം കൂടിയുണ്ട്. ആ മുറിച്ച കടച്ചക്ക ഇന്ന് ഞാൻ മസാലക്കറി വെക്കാൻ പോവാണ്. പിന്നെ അതിനെന്തായാലും ഞാൻ വിചാരിച്ചു ഒന്ന് കുക്കറിലിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾ. കടച്ചക്ക മസാലക്കറി എല്ലാവർക്കും വയ്ക്കാനറിയാം, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ രീതി കാണിക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ മസാല വറുക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട്. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇതിനെ ആദ്യം നന്നായി ഒന്ന് ഞാൻ വറുക്കട്ടെ. അപ്പോൾ ഞാനിതിലേക്കിപ്പോൾ ലേശം എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ കത്തിച്ചു. എന്നിട്ട് ലേശം എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഒന്ന് ഇത് ചൂടായ ശേഷം മുളക് പൊടി ഇടുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ മല്ലിയൊക്കെ നന്നായി തുടുത്തു. അപ്പം ഞാനിതിനെ നല്ലോണം ഒന്ന് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്നറിയോ, 2 വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം ഇങ്ങനെ ഇടുകയാണ്. കൂടെ തന്നെ ഒരു 4 ചെറിയ ഉള്ളി, ഇത് വലിയ ചെറിയ ഉള്ളിയാണ് കണ്ടോ, ഇതും കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുക്കുക കേട്ടോ. ഈ ഉള്ളിയിൽ നന്നായിട്ടൊന്ന് വറക്കണം. എന്നിട്ട് ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ മുളക് പൊടി ഇടാൻ പോകുന്നത്. മല്ലി നല്ലോണം മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇത് ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് 1 സ്പൂണാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് പാകത്തിന് എരിവുള്ളതാണ്. അപ്പോൾ ഇനി ഞാനിതിനെ ഒന്ന് ആറിയ ശേഷം അരയ്ക്കാം. ആ നേരം കൊണ്ട് എൻ്റെ മറ്റേ കടച്ചക്ക വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇത് അരച്ചിട്ട് വരാം. ഒരു കാര്യം പറയാൻ മറന്നു, ഞാനിതിലേക്ക് 1 ടീസ്പൂൺ തേങ്ങയിൽ വളരെ കുറച്ച്, ആവശ്യം തന്നെ ഇല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു മണവും ഉണ്ടാവും. ഇത് ഈ ഓഫ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട്, എന്താ വെച്ചാൽ അത് നല്ലോണം ഡ്രൈ ആയ തേങ്ങയാണ്, ഈ ഉണക്ക തേങ്ങ എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അതിനെ നമ്മൾ നല്ല തുടുന്ന് വറുത്താണ്. അപ്പോൾ ഈ തീയിൽ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിനെ ഇടാൻ ഒന്ന് നന്നായി അതും കൂടി വറുത്ത് കഴിഞ്ഞാൽ ഞാനിത് അരച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു തക്കാളി എടുത്തിങ്ങനെ ഒരു ബൗളിൽ വെച്ചിട്ട് ഞാനിതെന്താ ചെയ്യണമെന്നറിയോ, ഇതൊരു എളുപ്പപ്പണിയാണ്. ഇപ്പോൾ എൻ്റെ ചക്ക മറ്റേ കടച്ചക്ക നന്നായി വെന്തു കേട്ടോ. ഇത് നല്ല മൂപ്പെത്തിയ നല്ലൊരു കായാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഇനി ഞാൻ ഈ വഴറ്റി വെച്ച് കാണുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എളുപ്പപ്പണിയാണ് കേട്ടോ. ഇപ്പോൾ നന്നായി വഴന്ന് വന്നു. ഇല്ലെങ്കിൽ ഞാനിതിനെ ഇപ്പോൾ ആദ്യം വഴറ്റാൻ നിൽക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ചെയ്യാം. എനിക്കിട്ട് അരയ്ക്കാൻ വലിയ താല്പര്യമില്ല. അപ്പം ഞാനിതിനെ തക്കാളി ഇതിൻ്റെ കൂടി ഇട്ടു. ഇനി ഞാൻ ആ അരച്ച മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചു. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കും എല്ലാവരും. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിനെ ഒന്ന് നന്നായിട്ട് തിള വരട്ടെ. അപ്പോൾ കറി നന്നായി തിളച്ചു, നല്ല മണം വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി ഇട്ടിട്ട് ഉടനെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്യല അടച്ചു വയ്ക്കും കേട്ടോ. എന്നിട്ട് ഇനി വറുത്തത്
ഇനിയിപ്പോൾ ഞാനൊന്ന് വറുത്തിടാൻ പോകുന്നു കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടുകയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില കൊടുത്ത് ഒരു ചെറിയ ഉള്ളി, ഒരു വലിയ ചെറിയ ഉള്ളിയായിരുന്നു. അപ്പോൾ അതിനും കൂടി വറുത്തിടുമ്പോൾ നല്ലൊരു മണമാണ്. ഉള്ളി നമ്മൾ വറുത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി നല്ല നിറാവും, നല്ല ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതിനെ അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാൻ ഈ വറുത്തതിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകും. കണ്ടോളൂ, നല്ല ബ്രൗൺ നിറമായിരുന്നു, നല്ല മണം വരുന്നുണ്ട് ഉള്ളിയുടെ. ഇനി ഇതിനെ ഒന്ന് ഞാൻ ഒഴിച്ചിട്ട് ഇപ്പം എൻ്റെ മസാലക്കറി റെഡിയായി. ഇനി ഞാനിതിനെ എൻ്റെ പാത്രത്തിലേക്ക് ആക്കാം. എൻ്റെ കറി റെഡിയായി. ഇനി ഒരു ഐറ്റം കൂടെ കാണിക്കാനുണ്ട്. അത് നിങ്ങളാരും ചെയ്യാത്തൊരൈറ്റമായിരിക്കും. എന്താ വെച്ചാൽ അതത്ര ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടുവല്ലോ, ഈ കടച്ചക്ക മസാലക്കറി. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് അതേമാതിരി ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് തരിക. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ മസാലപ്പൊടികളായിരിക്കും ആഡ് ചെയ്യുക. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെ ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ മല്ലി ആഡ് ചെയ്യാനാണ് നോക്കുക. എന്താ വെച്ചാൽ അതിനാണ് കൂടുതൽ മണം. നമ്മൾ പൊടിച്ച മല്ലി തന്നെ ആണെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ, അതിൻ്റെ ആ വറവിലുണ്ട്, മല്ലിയുടെ ആ വറവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പൊടിക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ അടുത്ത റെസിപ്പി ഒന്ന് കാണിക്കാം. ഇന്ന് അടുത്തത് ഒരു ചക്രവള്ളിക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇത് വെച്ചിട്ടൊരു എന്താ പറയുക, ചട്നിയോ സമന്തിയോ എന്ത് പേര് വേണമെങ്കിൽ പറയാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് കനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതിനിങ്ങനെ ചൂടാൻ പോവുകയാണ്. കുറേശ്ശെ ചെറിയ ചെറിയ കിഴങ്ങാണെങ്കിൽ വേഗം വേഗം ചുട്ട് കിട്ടും. ഇത് പക്ഷേ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനതിനെ ഇപ്പോൾ ചൂടാൻ വെച്ചിരിക്കുകയാണ്. തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മളിതിനെങ്ങനെ ചൂടുക. ഇതാ കണ്ടോളൂ, ഇതിനെങ്ങനെ കുറച്ചൊന്ന് മറിച്ചിടുക. നമുക്കിപ്പോൾ കനലൊക്കെ ആയിരുന്നു വെച്ചാൽ വളരെ നന്നായിരുന്നു അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് നമ്മൾ ചക്കക്കുരു ഇങ്ങനെ മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ, ഈ ടാപ്പിയോക്ക, ഇതൊക്കെ നന്നായിട്ടിങ്ങനെ ചുട്ടിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പക്ഷെ അത് ആ കനലിൽ ചൂടുമ്പോഴൊരു ടേസ്റ്റ് വേറെയാണേ. എന്നാലും ഞാൻ പറയുക, ഇപ്പം ഇതിങ്ങനെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചുട്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ. അതിൻ്റെ ഇടയിൽ തന്നെ ഈ കമ്പിയിലാക്കിയിട്ട് ഈ 2-3 പച്ചമുളകും ഒരു 5 വെളുത്തുള്ളി ഇതും കൂടെ ഞാനിങ്ങനെ ചുടുക. അടിപൊളി ടേസ്റ്റാട്ടോ അത്. ഞാനിപ്പോൾ ഇത് ട്രയൽ ചെയ്ത് കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണേ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരും. കണ്ടോളൂ, മുളകും അതേമാതിരി ചുടുക. അതും ആവട്ടെ അവിടെ കിടന്നിട്ട് അല്ലേ. ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്താ കാരണം വെച്ചാൽ ഒരുപാട് കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ഇപ്പം നോക്കിക്കോളൂ, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വേഗമായി. ഇത് കുറച്ചുകൂടി ആവണം. കുറച്ച് വണ്ണമുള്ള കിഴങ്ങായതുകൊണ്ട് അതൊന്നുകൂടി ആവണം. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റുകയാണ് കേട്ടോ. കിഴങ്ങ് ഞാനിത് ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ തൊലിച്ചിട്ട് കാണിക്കാം ഇനി എന്താ ചെയ്യാൻ പോകണം കേട്ടോ. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ചക്രവള്ളിക്കിഴങ്ങ് ഞാൻ ചുട്ടു. ഇനി ഇതിൻ്റെ തൊലിയെ കളയായിട്ട് ഞാനിപ്പോൾ അതിനെ കട്ട് ചെയ്തതാണ്. ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിതിനെങ്ങനെ 2-3 കഷ്ണമായിട്ട് കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ടിപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇരുന്നിട്ട് തൊലി കളയുക. അത് കണ്ടു, നല്ല ചൂടുണ്ട്. ഇനി ഞാൻ തൊലി കളഞ്ഞിട്ട് ഞാൻ എല്ലാറ്റിൻ്റെയും തൊലി കളഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ ഈ ചക്രവള്ളിക്കിഴങ്ങ് എല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി. ഇത് കുറച്ച് മണ്ണുമില്ലാത്തതാണെങ്കിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇത് പക്ഷെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്കുമ്പോൾ നന്നായി ഉടയുന്നുണ്ട്. ഇതുണ്ട്, നല്ലോണം ഉടയുന്നുണ്ട്. ചൂടുകൊണ്ട് എനിക്ക് ഞെക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ.
അപ്പോൾ ഇനി ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ചുട്ട് പച്ചമുളക്, വെളുത്തുള്ളി, മുളക് 4 മുളകുണ്ട്. ഇതിനെ എല്ലാവരും ഞാൻ ഇതിലിടുക. കണ്ടോ ഈ വെളുത്തുള്ളി, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടിക്കുക. ഇതിനെയൊക്കെ ഞാനൊന്ന് കഷ്ണമായി മുറിച്ചിട്ട് അതും കൂടി അതിൻ്റെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതിനെയും കൂടി ഒന്ന് ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ എല്ലാറ്റിനെയും ഞാനിപ്പോൾ ഇടിച്ചിട്ട് ഒന്ന് കാണിക്കാം. ആ പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാവും. ഇതൊക്കെ കുത്തി ചതച്ച് കഴിഞ്ഞു. എൻ്റെ മെല്ലെ ഇരുന്ന് എല്ലാറ്റിനെയും ചതച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇടുക കേട്ടോ. ഇത് നിറഞ്ഞിരിക്കുന്നുണ്ട്, എന്നാലും ഞാനൊന്ന് ഇങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ചതക്കുക. ഇനി ഇതിനെ ഞാൻ പ്ലേറ്റിലാക്കട്ടെ. ഇപ്പം എല്ലാം കൂടി ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി. എന്നിട്ട് ഇതിലേറ്റവും ടേസ്റ്റായിട്ടുള്ള സാധനമാണ് നാരങ്ങ നീര്. കണ്ടു, കുറച്ച് നാരങ്ങ നീരിങ്ങനെ പിഴിയുക. എന്നിട്ട് വെളിച്ചെണ്ണ, അടിപൊളി ടേസ്റ്റാണ്. ഇത് ബ്രെഡിൽ ചേർത്ത് കഴിക്കാം. ഈ ബ്രെഡിൽ ഇതൊക്കെ ശരിക്കും ഒരു ഡിപ്പ് മാതിരിയാണ് കേട്ടോ. നമുക്കിതിൽ ലേശം വെള്ളം ഒഴിക്കാം വേണമെങ്കിൽ കേട്ടോ. ഞാൻ വെള്ളം ഒഴിക്കണമെന്ന് ഞാനൊന്നിങ്ങനെ ശ്രദ്ധിക്കട്ടെ. ഇതൊന്നും ലേശം. അത് എന്തിനാ അറിയോ, നമ്മളിപ്പോൾ ബ്രെഡിൽ തേക്കാനാണെങ്കിൽ നമുക്കത് ഇത്തിരി വാട്ടറി ആയിരുന്നാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കാനാണെങ്കിൽ അത് അതിനേക്കാട്ടിലും ടേസ്റ്റാണ്. ചോറ് വെച്ചിട്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ അടിപൊളി ഡിപ്പ് എന്ന് പറയാം. ചക്രവള്ളി കിഴങ്ങ് സമന്തി എന്ന് പറയാം. ഇനി ഞാനിതിനെ എൻ്റെ ബൗളിക്കാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഡിപ്പ് നിങ്ങൾ കണ്ടുവല്ലോ. ഇത് വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. സുധാ മേനോൻ, please subscribe, share and then leave some likes also. Okay then, bye. ഇതുണ്ടോ, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ അടിപൊളിയാണ് ചക്കരവള്ളി കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാം.